വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരം ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് അവിൽ വെച്ചിട്ടാണ് ഇന്നത്തെ സ്നാക്സ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നുള്ളത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി കൂടിയാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് നല്ലോണം ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ലൊരു 4 മണി പലഹാരമാണ് ഇന്ന് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ ഇതിനായി ആദ്യം ഒരു പാൻ ഇതുപോലെ ഞാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നെയ്യൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഈ നെയ്യ് ഇപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നിലക്കടല ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് അല്പം പൊട്ടുകടലയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് വേളക്കടല എന്നൊക്കെ പറയും. അപ്പോൾ അതും കൂടി കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ നട്ട്സൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ കിസ്മിസ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. എത്രയും മതി. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. അങ്ങനെ ഇപ്പോൾ എല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നെയ്യിലേക്ക് ഞാൻ ഒരു ചെറിയ ഉള്ളി ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ ഈ സമയം ഫ്ലെയിമൊക്കെ അല്പം കുറച്ച് വേണം വെച്ച് കൊടുക്കാൻ. അങ്ങനെ ഇപ്പോൾ ഉള്ളി ഏകദേശം നല്ലോണം ഒന്ന് ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അവിലാണ്. അപ്പോൾ 2 ബൗൾ ഇതുപോലത്തെ ബൗളിൽ ഞാൻ അവിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 200 ഗ്രാം അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അവിൽ ഈ നെയ്യിലൊന്നിട്ട് നല്ലോണം ഇതും ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഈ സമയം നെയ്യ് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ അവിൽ നെയ്യിൽ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതൊരു ക്രിസ്പി ആകുന്നത് വരെ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊണ്ടേ ഇരിക്കാം. ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഇതുപോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം ഇത് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ അവിൽ നല്ലോണം ക്രിസ്പി ആയതുകൊണ്ട് തന്നെ ഇത് ഇളക്കിയെടുക്കുമ്പോൾ പുറത്തേക്കൊക്കെ തെറിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഞാൻ 2 സ്പൂൺ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഇത് പുറത്തേക്കൊന്നും തെറിച്ച് പോയില്ല. നല്ലോണം ഒന്ന് മിക്സായി കിട്ടും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ളത്ര പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ സമയം ഫ്ലെയിമൊക്കെ നല്ലോണം കുറച്ച് വേണം വെക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഷുഗറൊക്കെ മെൽട്ടായി ഇത് കരിഞ്ഞു പോകും. ഇനി ഇത് കൈയെടുക്കാതെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണിത്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച നട്ട്സൊക്കെ ഇതുപോലെ ഒന്ന് ഇട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിൽ നല്ലോണം ഒന്ന് മിക്സ് ആകുന്നത് വരെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ഇതൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലത്തെ റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ അവിൽ
റെഡി ആയിട്ടുണ്ട്. അവിൽ റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് സ്റ്റൗവിൽ നിന്നൊന്ന് മാറ്റിയെടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഇനി ഇതിനെ ഒന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. ഈ ഒരു അവിൽ റോസ്റ്റ് കുറച്ചധികം തന്നെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കുറേ നാൾ കേടുകൂടാതിരിക്കും. ഒരു എയർ ടൈറ്റുള്ള പാത്രത്തിൽ അടച്ചു വെച്ചാൽ മതി. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിയുമായി വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.